ഇന്ന് രാവിലെ തന്നെ ഇവർ വന്നേരം എന്നോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പൈതൽ മലയിലേക്ക് ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് നോക്കി. അങ്ങനെ ബുക്കൊക്കെ ചെയ്ത് പിന്നെ വണ്ടിയൊക്കെ ഓക്കെ ആക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടുട്ടോ. പിന്നെ ശ്രീനഗർ എത്തിയപ്പോഴത്തേന് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വിട്ടു. നമ്മൾ ആദ്യത്തെ ഡ്രൈവർ അവർക്ക് വേറെ ഏതോ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഡ്രൈവറെ ആക്കി തരും കേട്ടോ. ഇത് രണ്ടാളും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ എന്നോട് ആദ്യമേ നടുവിലെത്തുമ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി. ഈ ഡ്രൈവറിനോട് വർത്തമാനം പറഞ്ഞിട്ട് ഞാനത് മറന്നുപോയി. പിന്നെ നോക്കി ഇവർക്ക് നല്ല ടയേർഡായിട്ടാണ്. പിന്നെ എത്തുമ്പോഴത്തേനും വഴി കുറച്ച് ഇതായി. അപ്പോൾ ആ വഴി ആയിരുന്നില്ല, ഗൂഗിൾ മാപ്പ് നോക്കി വന്നുകൊണ്ട് നമ്മൾ പെട്ടുപോയതാട്ടോ. പിന്നെ അവർ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും പന്ന സ്വഭാവം മാത്രം കാണിക്കുന്ന പൊന്നു എന്നെ പൊന്നു മേഘു. എവിടെ പോയാലും പന്ന സ്വഭാവം മാത്രം കാണിക്കുന്ന പൊന്നു കോയി കുഞ്ഞിക്കോയി. നല്ല കൊറിയൻ ലുക്കിലാണ് ഗൈസ്. 2 വാഴകൾ. ട്രിപ്പ് വന്നല്ലേ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചാറേ. കണ്ടോ ഇത് കണ്ട നമ്മൾ വിചാരിക്കോളില്ല ഇന്നെ വിളിക്കുന്നു. അല്ല, ഓളോളോ ടീച്ചറെ വിളിക്കുന്നു. ഓക്കെ, ടീച്ചറെ കാണാണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഗൈസ് അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടാ. സംഭവം ആരുമില്ലടാ, നമ്മൾ മാത്രം. ഹായ്, നല്ല റൂമ്. എടാ ബാക്കിലേക്ക് അത് തുറന്നിട്ട് നോക്കിയപ്പോ എടാ അത് മൂട്ടറേ. സംഭവമില്ലേ, നമ്മള് വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. എടാ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാനും പൊന്നും മാഗും മാത്രം. അടിപൊളിയാ, സെറ്റപ്പാ. നമ്മളെ റൂമും എല്ലാം സെറ്റപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ഫാമിലിയായിട്ട് വരുന്നതാണെങ്കിൽ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേ നാളത്തെ ആശയനു എന്നുവെച്ചാൽ നമ്മൾ ലേഡീസ് മാത്രമായിട്ട് പോകണം എന്നുള്ള, എന്താ പറയുക, ഒരു ഗേൾസ് ട്രിപ്പ് പോകണം എന്നുള്ള കുറേ കാലത്തെ ആശയം. പക്ഷെ ഇതുവരെ ഒരു നടന്നിട്ടാ. ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഇത് അവിടെ മുയലുണ്ട് പോലും. അപ്പോൾ ഷൂസ്ക്കെല്ലാം നോക്കിയാ ഓടിച്ചാടെ. മേഘുച്ചി വന്ന പാടും ഓർത്തോ എന്തോ മേഘുച്ചി. പിന്നെ നല്ല വൈബാ, കണ്ട ബാക്കെല്ലാം അടിപൊളിയാ, ഫുള്ള് വൈബാട്ടോ. നല്ല രസമുണ്ട്, ഓരോ സംഭവം അടിപൊളിയാണ്. നമുക്ക് എനിക്ക് മെയിൻലി എന്താണെന്നറിയോ, പിള്ളേരെയും കൂട്ടിയിട്ട് വരാൻ പറ്റുന്ന സംഭവമായിരിക്കണം. പക്ഷേ ഇവരെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം. അതാണ് ഞാൻ മെയിൻലി നോക്കിയത്. കാരണം ബാക്കി എവിടെ പോയാലും ഞാൻ ഇവരെ ബാക്കിൽ ഓടുമല്ലാണ്ട് ഒരു സംഭവം എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം തന്നെ എനിക്ക് എന്താ പറയുക, അവരെ കറക്റ്റ് എനിക്ക് വിടാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുത്തരവിടെ പകുതി കഴിച്ചിട്ടുണ്ട്. കിട്ടായ നമുക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. അങ്ങോട്ട് വെള്ളം ലംബം പിള്ളേരെ നോക്കണം കേട്ടോ. വെള്ളം പിള്ളേർ ടാസ്കാണ്. പൊന്നു ഒന്ന് അതിനെ ഇറക്കി കൊടുക്കോ, ഫോട്ടോയിലെടുത്ത്. വിചാരിച്ചതിനും കാട്ടിയും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. കാരണം എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിനും കാട്ടി അടിപൊളിയായിരുന്നു. ചെറിയ റേറ്റ് അല്ലേ, അപ്പോൾ അതിൽ നമുക്ക് ഇതാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ 3 മാത്രമേ ഇവിടെയുള്ളൂ, അതുകൊണ്ട് നല്ല രസമുണ്ട്, നല്ല ഫ്രീഡം ഉണ്ട്. പിന്നെ
ഒന്നും പേടിക്കാനില്ല. പുതിയ റിസോർട്ടായതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാരില്ല. പണി നടന്നുകൊണ്ടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. നല്ല രസമായിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ കണ്ടോ, റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ബാക്കി ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് പിന്നെ എന്താ പറയുക, കുളിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കണം, വീഡിയോസ് നോക്കണം. പിന്നെ പിള്ളേർക്ക് കളിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻലി ഞാൻ നോക്കും അതാ. ഞാൻ ഇപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്ന കാര്യം അതാ, പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ അതിന് പറ്റിയൊരു ഏരിയ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. മെയിൻലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാത്രമായതുകൊണ്ടല്ലോ ഭയങ്കര പ്രൈവസി ആയിരിക്കും. കാരണം വേറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ നമുക്കങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനെ ഇല്ല കേട്ടോ. വലിയ ആ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ല. നല്ല അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ നമ്മൾ റീനളമ്മേൻ്റെ അടുത്ത് നിൽക്കാൻ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയും, നമുക്കൊരു ട്രിപ്പ് പോകണം. നമുക്കത് പറ്റലേ ഇല്ല, സത്യം പറയാലോ, നമുക്ക് പറ്റലേ ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ വീട്ടിൽ നിന്ന് വിടുക അതൊരു ടാസ്ക്കാണ്. നമ്മളെ മാത്രമായിട്ട് വീട്ടിൽ നിന്ന് വിടില്ല. പിന്നെ ആരെങ്കിലും കൂട്ടിന് വരാമെന്ന് പറഞ്ഞാൽ അവരോരോളും അയ്യോ എനിക്ക് പറ്റില്ല, അതായിരിക്കും വർത്താനം വേറെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോക്ക് വരവ് ഒരു ടാസ്ക്കായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് പോയൊരു ഇതായിരുന്നു. ഇവർ രാവിലെ വീട്ടിൽ വന്ന് നമുക്ക് പൈതൽ മലയിൽ പോകാമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ ബുക്ക് ചെയ്ത്, അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത്. അതുകൊണ്ട് എന്താ പറയുക, അതുകൊണ്ട് നമ്മുടെ പോക്കുമായി ഗൈസ്. അങ്ങനെ നമ്മൾ വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം പണിയായി. പൊന്ന സമയത്തിലാണേ 4 മണി. 4 മണിക്കും ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചൂടങ്ങനെ അറിയുന്നില്ല, നല്ല സുഖമുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയോ, അങ്ങനെ ഭയങ്കരമായിട്ട് അവരാക്കിയിരുന്നില്ല, ആക്കി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. സംഭവം വലിയ സംഭവമായിട്ടൊന്നുമില്ല. കണ്ടോ, അടിപൊളി സംഭവമല്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര പ്രൈവസി ആയിരിക്കും. നൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു, നൈറ്റൊക്കെ നല്ല വൈബായിരിക്കും. നൈറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പോയിട്ട് ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് മുഖമല്ല ഇങ്ങനെ ചൊറിയാന്നുണ്ട്. അതെന്താണെന്നറിയോ, എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു അലർജീൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം അലർജീൻ്റെ വിഷയമുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ മുഖം ഇങ്ങനെ ചോന്ന് വരുന്നല്ലോ. ഇപ്പം ചോന്ന് വരാൻ തുടങ്ങി. ചോന്നിട്ടിങ്ങനെ ഉണ്ടാവും. അപ്പം ഞാനിടുന്ന് എണീച്ചിട്ടുണ്ടല്ലോ, ഇവിടെ വെള്ളമെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടാക്കണം. ഗൈസ്, ഞാനങ്ങനെ കുളിച്ച് വന്നിട്ടോ. കുളിച്ച് പിന്നെ ഒരു സമാധാനമായത്. നല്ല വെള്ളം വലിച്ചിട്ട് സാരി ഇട്ട് പിക്ക് എടുക്കാന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ സാരിയിൽ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇതെടുത്തിട്ടില്ല, ബ്ലൗസ് എടുത്തിട്ടില്ല. വലിയ കാര്യമായിട്ട് സാരി, ഞാൻ പറഞ്ഞ സാരി ഇട്ടിട്ട് പിക്ക് എടുക്കാന്നുള്ള പറഞ്ഞിട്ട് സാരി എടുത്തിട്ടാണ് വന്നത്. പക്ഷെ ഇതെടുത്തിട്ടില്ല, ബ്ലൗസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല കഷ്ടപ്പാടായി. എന്നാലും കുഴപ്പമില്ല, ഇല്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഫോട്ടോ എടുത്ത് മതിയായി. ഞാൻ വരുമ്പോൾ ഈ പ്രാന്തന്മാരോട് പറഞ്ഞത് ധാവണി എടുക്കുക, കുറേ ഡ്രസ്സ് എടുക്കാന്നല്ല. ഡ്രസ്സ് എടുത്തരാൻ പറഞ്ഞു, എന്തിനാ ധാവണി, വേണ്ട എന്നുള്ള പറഞ്ഞിട്ട് അവിടെ വെച്ചതാട്ടോ. എനിക്കൊന്നും എടുത്തില്ല. ഇങ്ങോട്ട് കൊടുക്ക്. പക്ഷേ കോട വൈകുന്നേരമായി കേട്ടോ. ഒരു 5-6 മണിയാവാനായിട്ടുണ്ടാവും. നല്ല കോട ഇറങ്ങി തുടങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം നാളെ രാവിലെ നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഗേൾസ് ട്രിപ്പ് അടിപൊളിയാണ്. നമ്മൾ 3 ആൾ മാത്രമായതുകൊണ്ട് നല്ല രസമുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഇതുണ്ട്, വൈബുണ്ട് സംഭവം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പെൺപിള്ളേരും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുക. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ടൈമും കാണുമ്പോൾ ഇതേവരെ നമുക്ക് പോകണേ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കും പോകണേ ഇതേ പറയുള്ളൂ.
ഇപ്പം നമ്മളും കുറേ കാലമായിട്ട് പറയുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇത്ര വേഗം നടക്കും നമ്മൾ വിചാരിച്ചത്. ഇത്ര വേഗം എന്നല്ല, പിടിക്കുന്നും പറഞ്ഞിട്ട് നടത്തിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടി ബെറ്ററായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇനിയും നമ്മൾ ഫുഡിന് പറഞ്ഞിട്ടുണ്ട്, ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ച് നോക്കണം. പിള്ളേരെ വാട്ടിന് വിട്ടുകൊണ്ട് അവരെ വലിയൊരു പ്രശ്നമില്ല. നമുക്ക് സെക്യൂറാണ്, അവർ പ്രശ്നം വരുന്നില്ല. പക്ഷെ നല്ല മഞ്ഞ് വന്നു തുടങ്ങി കേട്ടോ. ശരിക്കും കോട വന്നു തുടങ്ങിയതാ. നല്ല കോട വന്നു തുടങ്ങി. പക്ഷെ നല്ല വൈബുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം നമുക്ക് ചായയൊക്കെ കിട്ടിയിട്ട് ചായ കിട്ടി. പിന്നെ നൈറ്റ് നല്ല വൈബായിരുന്നു. നൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര 3 മണിക്കായിട്ടൊക്കെ കിടന്നുറങ്ങി. നമ്മളിതിൻ്റെ കുറേ കഥയൊക്കെ പറഞ്ഞ് ശരിക്കും 3 മണി 3:30 ആയപ്പോൾ അന്ന് കിടന്നത്. പക്ഷെ ആ ടൈമൊക്കെ നല്ല തണുപ്പായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു തണുത്തിട്ട്. അപ്പോൾ എന്നും കിടന്നുറങ്ങി സെറ്റായി നാളെ രാവിലത്തേക്ക് എണീക്കാം. അപ്പോൾ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഇത് പീക്ക് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നാളെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ദിവസം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്.